ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബ്രെഡ് പുഡിങ്ങാണ്. അതിന് വേണ്ടി ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ട് ചെയ്തോളൂ, എന്നാലും കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന റെസിപ്പീസാണ് ബ്രെഡ് പുഡിങ്. അതിന് വേണ്ടി ഞാൻ 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര ബ്രെഡോ അത് വെച്ച് നമുക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ ബ്രെഡ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യമനുസരിച്ച് ബ്രെഡ് എടുത്ത് ചെയ്യാം. ബ്രെഡെല്ലാം മുറിച്ച് വെച്ചു. ഇനി ഇത് നമ്മൾ മിക്സറുടെ ജാറിലോട്ടിടാം. ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിന് 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടി എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം, ബ്രെഡിൻ്റെ അനുസരിച്ച്. മധുരത്തിന് 1 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ ഇട്ടേക്കാം. ഇതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അടച്ചു വയ്ക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് നല്ലോണം അരച്ച്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ഒഴിച്ചെടുക്കാം, വാനില. ഇനി നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ. ആവശ്യത്തിന് പഞ്ചസാര ഞാനിപ്പോൾ 5-6 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം പരുവത്തിൽ വെച്ച് വേണം മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് മുമ്പ് ആ പുഡിങ് തയ്യാറാക്കിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുഡിങ്ങിന് തയ്യാറാക്കിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കണം. ചൂട് ആറിക്കഴിഞ്ഞാൽ അത് ഇതായിപ്പോവും, കട്ടിയായിപ്പോവും. ഇനി നമ്മളിവിടെ ബ്രെഡൊക്കെ അടിച്ചു വെച്ചില്ലേ, അത് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു അലൂമിനിയം പേപ്പർ വെച്ച് മൂടി വേണം നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ഞാൻ ഒരു അലൂമിനിയം പേപ്പർ എടുത്ത് മൂടി വെച്ചിട്ട് ആവി വേവിക്കാൻ പോകുന്നത്. അന്നേരം വെള്ളമൊന്നും ഇറങ്ങത്തില്ല. ഇഡ്ഡലി പാത്രത്തിന് തട്ടി വെച്ചാണ് വേവിക്കുന്നത്. അതിനെല്ലാം ഞാൻ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വയ്ക്കാതെ. പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ചൂട് മാറുമ്പോൾ നമുക്കതോട് പാത്രത്തിലോട്ട് തട്ടാം. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് ബ്രെഡൊക്കെ മുട്ടയും പാലൊക്കെ വെച്ചുള്ളൊരു പുഡിങ്ങായിരുന്നു തയ്യാറാക്കി. നല്ല അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. ട്രെൻഡിങ് നിൽക്കുന്ന ഒരു പുഡിങ്ങാണ്. നമുക്കിഷ്ടമുള്ള രീതി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. 4 പീസാക്കി കട്ട് ചെയ്യാം.
നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്താൽ എടുത്ത് കഴിക്കാം. ഇതേപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ലൊരു ഫുഡിങ്ങാണ്. വലിയ ചിലവൊന്നുമില്ല. പാല്, മുട്ട, ബ്രെഡ്, പിന്നെ പഞ്ചസാര, പിന്നെ ഒരു ഫ്ലേവറിനായി വാനിലൻസ് കൂടെ ചേർത്താൽ മതി. നല്ലൊരു ഫുഡിങ്ങാണ്. ട്രെൻഡിങ് നിൽക്കുന്ന ഒരു ഫുഡിങ്ങാണ്. ഈ ഫുഡിങ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നൊരു ഫുഡിങ്ങാണ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പീസായിട്ട് നാളെയൊക്കെ വരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കഴിക്കാം. നല്ലൊരു സ്വീറ്റാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വലിയ പാടുമില്ല ഇത് തയ്യാറാക്കാൻ. ഓക്കെ, ബൈ.